നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ഇടം നേടിയ ധീര കമ്മ്യൂണിസ്റ്റ് വനിതയായിരുന്നു റോസമ്മ പുന്നൂസ്. സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രവർത്തകയായി രാഷ്ട്രീയത്തിലെത്തിയ അവർ പിന്നീട് ഇടതുപക്ഷത്തിന്റെ ശബ്ദമാവുകയായിരുന്നു. ആദ്യ നിയമസഭയുടെ പ്രോട്ടോം സ്പീക്കർ, കേരള നിയമസഭയുടെ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് വിജയി തുടങ്ങി നല്ല പാർലമെന്റേറിയനും തൊഴിലാളി നേതാവുമായിരുന്നു റോസമ്മ പുന്നൂസ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുവാനും പ്രസവകാല അവധിയും വേതനവും ലഭിക്കുവാൻ നിയമസഭ വരെ പോരാടുകയും ചെയ്തു അവർ. റോസമ്മ പുന്നൂസിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് KCV ന്യൂസ് മറ്റ് പ്രധാന വാർത്തകളിലേക്ക്. ആരുടെ മുന്നിലും തലകുനിക്കാതെയും നടുവളയ്ക്കാതെയും വിശ്വകർമ്മജർ അവകാശങ്ങൾ പിടിച്ചുവാങ്ങണമെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്ക് കുട്ടൻകുത്ത് ഭീഷണിയാകുന്നു. കാവാലം മണിയങ്കരി പാടശേഖരത്തിലെ കൃഷിക്കാർ ആശങ്കയിൽ. ആധുനിക ചികിത്സയും പാരമ്പര്യ ചികിത്സയും കോർത്തിണക്കി ആയുഷ് കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി. നടുഭാഗം കരക്കാർക്ക് പുത്തൻ ചുണ്ടനൊരുങ്ങുന്നു. ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ ആഞ്ഞിലിത്തടിക്ക് രാജകീയ സ്വീകരണം. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. അധികാരത്തിന്റെ താക്കോൽ സ്ഥാനത്തേക്കും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ മുൻനിരയിലേക്കും വിശ്വകർമ്മജർ എത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ആരുടെ മുന്നിലും തലകുനിക്കാതെയും നടുവുളയ്ക്കാതെയും അർഹതപ്പെട്ടത് പിടിച്ചുവാങ്ങണം. വിശ്വകർമ്മജരുടെ സാന്നിധ്യം സർക്കാർ സർവീസിൽ ഉറപ്പുവരുത്താൻ സർക്കാരും തയ്യാറാകണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കേരള വിശ്വകർമ്മ സഭ കുട്ടനാട് താലൂക്ക് യൂണിയൻ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്ര ശതമാനം ഞങ്ങൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് തരണം, അത് കിട്ടണം, അത് കൊടുക്കണം, അത് ഗവൺമെന്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതിനകത്തൊരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യത ഉണ്ടാകണം. നമ്മുടെ അവൈലബിളായ സീറ്റുകൾ, അത് ആ സീറ്റുകൾ ജോലിക്ക് അല്ലെങ്കിൽ PSC നിയമനം നടത്തുമ്പോൾ, എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്തുമ്പോൾ, മറ്റ് റിക്രൂട്ട്മെന്റ് വഴി നടത്തുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നീക്കിവെക്കപ്പെട്ട, പുതുതായി ചോദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ വേണമെന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷേ നമുക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതെങ്കിലും നമുക്ക് കിട്ടണ്ടേ. അത് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. പല കാരണങ്ങൾ അതിനുണ്ടാകാം, പക്ഷേ അത് കിട്ടാതിരിക്കാൻ യാതൊരു ന്യായവുമില്ല എന്നുള്ളതാണ്. വിശ്വകർമ്മ സമുദായത്തിന്റെ പ്രാതിനിധ്യം സർക്കാർ സർവീസിൽ 100% ഉറപ്പുവരുത്താൻ, അർഹതപ്പെട്ട നീക്കിവയ്ക്കപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പാക്കാൻ തീർച്ചയായും ഗവൺമെന്റ് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ദേവദാസ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ NP നാരായണൻകുട്ടി, KVS സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ശിവദാസനാചാരി, V രാജപ്പൻ, VS ഗോപാലകൃഷ്ണൻ, V രാജഗോപാൽ, അഡ്വക്കേറ്റ് PK സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം ബാലനടൻ മാസ്റ്റർ മിനോൻ വിതരണം ചെയ്തു. തുടർന്ന് പ്രതിനിധി സമ്മേളനം, റിപ്പോർട്ട് അവതരണം, തിരഞ്ഞെടുപ്പ് എന്നിവയും നടന്നു. കാവാലം മണിയങ്കരി പാടശേഖരത്ത് വ്യാപകമായ തോതിൽ നെൽച്ചെടികൾക്ക് കുട്ടൻകുത്ത് രോഗം കണ്ടെത്തി. കീടനിയന്ത്രണ നിരീക്ഷണ സംവിധാനങ്ങളുടെ പോരായ്മയാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. കാവാലം കൃഷിഭവന്റെ കീഴിൽ വരുന്ന മണിയങ്കരി പാടശേഖരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 350 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് കുട്ടൻകുത്തിന്റെ ശല്യം മൂലം വളരെ വ്യാപകമായ കൃഷിനാശമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കീട നിയന്ത്രണ നിരീക്ഷണ സംവിധാനങ്ങളുടെ അഭാവം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തതയെയാണ് ഇത് കാണിക്കുന്നത്. കുട്ടനാട്ടിലെ മറ്റു പാടശേഖരങ്ങളിലും ഇലപ്പനും കുട്ടൻകുത്തും തണ്ടുതുരപ്പനും ഒക്കെ മൂലം വളരെയധികം കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷകരുടെ സ്വപ്നങ്ങൾക്ക് മേൽ വീഴുന്ന കറുത്ത നിഴലായ ഈ കീടബാധയെ തുരത്തുവാനുള്ള നടപടികൾ അടിയന്തരമായി അധികാരികൾ സ്വീകരിക്കണം. കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ മണിയങ്കരി പാടശേഖരത്തിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. 350 ഏക്കർ നിലം വരുന്ന
വിതച്ചിട്ട് 45 ദിവസം പ്രായമായ നെൽച്ചെടിക്ക് വ്യാപകമായ തോതിൽ കുട്ടംകുത്ത് മൂലം കർഷകരാകെ ദുഃഖത്തിൽ താഴ്ത്തിയിരിക്കുകയാണ്. അടിയന്തരമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മണിയങ്കരി പാടത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തുനിന്ന് സ്വീകരിക്കണം. ഇപ്പോൾ തന്നെ ഏക്കറിനാണ്ട് 20,000 രൂപ മുതൽ 25,000 രൂപ മുടക്കിയ സ്ഥിതിവിശേഷമാണ്. ഇങ്ങനെ വ്യാപകമായ ഒരു കുട്ടംകുത്തുണ്ടായി കഴിഞ്ഞാൽ ഇനി ഇത് വരേണ്ട സാഹചര്യം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ മണിയങ്കേരി പാടത്തെ സംരക്ഷിക്കാനുള്ള നടപടിയിൽ അടിയന്തരമായി സ്വീകരിക്കണം മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാവാലം മണിയങ്കരി പാടശേഖരത്തിലെ കുട്ടൻകുത്ത് കീടബാധ ഒഴിവാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ അധികൃതരും കൃഷിഭവനും കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്യാമറമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCV ന്യൂസിനു വേണ്ടി ഹരി.